ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ട് വിചാരിക്കുന്നു. ഞാനും ഹാപ്പിയാണ്. അപ്പോൾ ഇന്ന് പെരുന്നാളായിട്ട് ഉമ്മ അടുക്കളയിൽ തന്നെയാണ്. അപ്പോൾ രാവിലെ നല്ല പത്തിരിയും ചിക്കൻ കറി ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞങ്ങളിതാ നല്ല ബിരിയാണി. എന്ത് ബിരിയാണി ചമ്മന? മട്ടൻ ബിരിയാണി. അപ്പോൾ മട്ടൻ ബിരിയാണി ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ട്. അപ്പോൾ മട്ടൻ ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. വായോ. ഓ നൈസാണല്ലോ. ഇന്ന് പൊളിക്കും. പീസ് കാണിച്ചൊന്ന് പോട്ടെ. പീസ് എടുത്തങ്ങനെ കയ്യോ. വണ്ടർഫുൾ. അപ്പം അങ്ങനെ ഞങ്ങൾ ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഫുഡൊക്കെ എടുത്തിട്ട് നേരെ അമ്മലേക്ക് പോവാണ്. വേറെ ഒന്നല്ല, ഉമ്മയുടെ താത്ത അവിടെ അഡ്മിറ്റാണ്. അപ്പം പെരുന്നാളായിട്ട് ആ ഒരു വിഷമം മാത്രം എനിക്കുള്ളൂ. അപ്പോൾ അവർക്ക് പെരുന്നാൾ ഫുഡ് കൊണ്ടു കൊടുക്കാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലോ. ഞാൻ അവിടെ വെച്ചിട്ട് ബാക്കി കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഉമ്മ ഇവരൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നേരെ ഞാൻ അങ്ങോട്ട് പോകാം കേട്ടോ. ഓക്കെ, ഹലോ ഗൈസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഉമ്മയും താത്താനൊക്കെ ഇതാണ് രണ്ടാമത്തെ കേട്ടോ. നോക്കൂ, ഇതാണ് നമ്മൾ അന്ന് വീഡിയോയിൽ കണ്ടില്ലേ, വീഡിയോ കോളിൽ. ഇതാണ് എൻ്റെ രണ്ടാമത്തെ താത്ത. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പെരുന്നാളിൻ്റെ ഫുഡൊക്കെ ആയിട്ട് നേരെ അമ്മയിലേക്ക് പോവാണ്. സർപ്രൈസാണ്, ആർക്കറിയില്ല. അപ്പോൾ ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. കാരണം പെരുന്നാളായിട്ട് ഉമ്മയുടെ താത്ത മാത്രം മൂത്തുനിന്ന് വിളിക്കുക. ഞാൻ മൂത്ത് ഹോസ്പിറ്റലാണ്. അപ്പോൾ അതിനൊരു വിഷമമുണ്ട്. കുഴപ്പമില്ല, എല്ലാം റെഡി ആവാൻ വേണ്ടിയിട്ടല്ലേ പോയി കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ അമ്മനെ എത്തി. അപ്പോൾ ഇനിയിപ്പോൾ നേരെ മുത്തുവിൻ്റെ അവിടേക്ക് പോവാണ്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി ഇടാട്ടാ. അപ്പോൾ എവിടേക്ക് എടുക്കുന്നത് പറഞ്ഞാൽ ബ്ലോക്കല്ലേ. ഇവിടെ കുറച്ചാണ് നടക്കാണ്ട്. അപ്പോൾ നോക്കാം. ഇതാണ് ബ്ലോക്ക്. നമ്മൾ പെട്ടു ഗൈസ്. ഇവിടെ 4 മണിക്ക് ശേഷം ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പാസ് എടുക്കണം. അപ്പോൾ ഇനിയിപ്പോൾ പാസിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ ഷബാന എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ വെയിറ്റിംഗിലാണ് കിട്ടാൻ വേണ്ടിയിട്ട്. ഷബാനയും ഗംഭീരടി ഒരു മറ്റേ കൂപ്പടിക്കണേനാണ് ഈ കിടന്ന് ഉമ്മി ഷബാനടി രണ്ടാൾ വീങ്ങിട്ട് നോക്കി. ടോക്കനൊക്കെ എടുത്തു. വെയിറ്റിങ്ങിൽ ഷബാനി തല്ലി ഓടിയിട്ട് രണ്ടാളെ ഇവിടെ ഒരു 10 മിനിറ്റായിപ്പോൾ നിൽക്കുന്നു ഇങ്ങനെ. ഇതുവരെ ലിഫ്റ്റ് വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. എന്തേ ചൂടോ? എന്ത് ചൂട്? ഇതാണ് നമ്മുടെ വാർഡ്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഉള്ള ഫോട്ടോസ് വീഡിയോസ് ഒന്നും എടുക്കണില്ല. കാരണം അത് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. നേരെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ കൂത്തുനെ കണ്ടു. എന്താ പറയുക, സിറ്റുവേഷൻ കുഴപ്പമില്ല. എന്നാലും നമുക്കങ്ങനെ കാണാണ്ട് ചിരിച്ചിരിക്കുന്ന ഒരാളെ കണ്ടിട്ട് പിന്നെ ഇങ്ങനെ കാണുമ്പോഴൊരു ഭയങ്കര വിഷമം. അവിടെ ഇരിക്കാൻ പറ്റില്ല. നമുക്ക് മനസ്സ് കുറച്ച് ഇതാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പോകുന്നു. അപ്പോൾ അവിടെ ഒന്നും താത്തയുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ എല്ലാവരും ഹെൽത്ത് കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കുക. എന്തിനൊക്കെ ചെറുത് പറഞ്ഞിട്ട് വീട്ടിലൊന്നും ഒതുങ്ങി നിൽക്കാണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ പോയിട്ട് വേഗം ഡോക്ടറെ കാണിക്കുക. പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ രോഗങ്ങളൊക്കെ വരാൻ ജസ്റ്റ് നിമിഷങ്ങൾ മതി. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ മുത്തിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്നാലൊരു വിഷമം എന്താ ചെയ്യുക. അപ്പം അങ്ങനെ അപ്പം എല്ലാവരും മാക്സിമം എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കുക. അങ്ങനെ അപ്പോൾ അവരിപ്പോൾ വരും.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോകട്ടോ. ഓക്കെ, അപ്പോൾ അവർ വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അവിടെ ഫ്രൂട്ട്സ് ഒന്നും കണ്ടില്ല. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കട്ടോ. ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. ഫ്രൂട്ട്സ് കട കിട്ടണമെങ്കിൽ പുറത്തേക്ക് കിടക്കണം ഡാമിലേക്ക് അവിടേക്ക്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി നമ്മൾ കട കണ്ടെത്തിയത്. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് നോക്കട്ടെ. നല്ല റേറ്റാന്ന് തോന്നുന്നുണ്ട്, അറിയില്ല, നോക്കി നോക്കണം. അപ്പം അങ്ങനെ നമ്മളത് വാങ്ങി ഫൈനലി. ഇപ്പം നേരെ അവിടെ കൊണ്ടു കൊടുക്കണം, എന്നിട്ട് അവരായിട്ട് ഇറങ്ങണം. നല്ല വിശക്കുണ്ട്. നല്ല മട്ടൻ ബിരിയാണി ചിക്കൻ പൊരിച്ചതുണ്ടല്ലോ വീട്ടിൽ. അപ്പം അത് കാരണം നല്ല വിശക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി ഇത് കൊടുത്തിട്ട് നൈസായിട്ട് ഇറങ്ങി വരാൻ പറയണം. നോക്കട്ടെ, ഞാൻ പോയി നോക്കാം. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇനി വണ്ടി എടുക്കാൻ പോകും. അവരവിടെ നൈസായിട്ട് പോസ്റ്റായിട്ട് നിന്നു കേട്ടോ. പോസ്റ്റല്ല, എന്നെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് വണ്ടി എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ട് അവരവിടെ വെയിൽ കൊള്ളാണ്ടിരിക്കുക. ഞാനതാ വെയിൽ കൊണ്ടിട്ട് വണ്ടി എടുക്കാൻ പോവാം കേട്ടോ. എന്നിട്ട് വെയിലത്താണ് വണ്ടി കൊണ്ടിട്ടിട്ടുള്ളത്. നമ്മുടെ വണ്ടി അവിടെ ഉണ്ട്, നോക്കട്ടെ. ഫൈനലി നമ്മുടെ വണ്ടി അങ്ങനെ ഇരിക്കുന്നു. ഇപ്പോൾ വണ്ടി അവിടെ എത്തി, വണ്ടി എടുത്തു. ഓ ആവി ആവി. രാവിലെ പിക്ക് ചെയ്തിട്ട് പോയിട്ട് ഒന്നല്ലെങ്കിൽ നല്ല ചൂട്, അല്ലെങ്കിൽ നല്ല തണുപ്പ്. തണുപ്പല്ല, സോറി, മഴ. ഇതിലേതെങ്കിലും ഒന്നും ഉണ്ടാവും. ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ അവസ്ഥ അതാണ്. ഇങ്ങനെ വയർത്തിളകണ കണ്ടോ. അപ്പോൾ അങ്ങനെ ചേച്ചി റോങ് സൈഡ് വന്ന് കയറി. അപ്പം ഇനി അവരവിടെ നൈസായിട്ട് എന്നെ പോസ്റ്റ് ആക്കിയിട്ട് അവരവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെ പോയി പിക്ക് ചെയ്യട്ടോ. ഹാ ഹാ ഹാ, AC ടപ്പയ്യൻസ് അവിടെ പോയിട്ട് പിക്ക് ചെയ്യട്ടോ. ഇവിടെ അതാ വെയിലില്ലാത്ത സ്ഥലത്ത് നിന്നിരുന്നത്. അപ്പോൾ അവർ കയറുന്നുണ്ട്. അപ്പോൾ വെയിൽ കൊള്ളാണ്ട് സുഖിക്കുന്നില്ല. ഞാൻ എൻ്റെ വെയിൽ കൊണ്ട് ഓ ചൂടാത്തര. ഞാനങ്ങനെ നടന്നു പോയതൊന്നും ചൂടൊന്നുമില്ല ഇവർക്ക്. മഴ ഇത്ര ദിവസം പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും വെയിലായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ മഴ അങ്ങനെ പെയ്ത് കഴിഞ്ഞാൽ സഹിച്ചാൽ മതി, വെയിൽ സഹിച്ചാൽ മതി. കരിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇനി ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ട് നല്ല മട്ടൻ ചിക്കൻ പൊരിച്ചത് കഴിക്കാൻ പോകും. പാപ്പ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കട്ടെ. ഇപ്പം വരും, ഇനി 20 മിനിറ്റിനുള്ളിൽ വരുന്നു പറഞ്ഞ അമ്മ. സമയം ഇപ്പം എത്രയും 1:30 കഴിഞ്ഞു. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് പാപ്പാട് ഉമ്മ കേൾക്കുമ്പോൾ ഉമ്മക്ക് സമ്മാനം കിട്ടി. അപ്പോൾ പെരുന്നാൾ ഫിനിഷ്ഡ്. അങ്ങനെയൊന്നും കേൾക്കൊന്നുമില്ല, നമുക്ക് പറയാം. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഉമ്മാടെ താത്ത പറഞ്ഞു നീ എങ്ങാനും മൂക്കിൽ വിരലിട്ട് പിന്നെ ഞാൻ തല്ലിക്കൊല്ലും. അപ്പം ഞാനും ശ്രദ്ധിച്ചു. ഇങ്ങനെ ജസ്റ്റ് മൂക്കിൽ വരലല്ല, അതിങ്ങനെ ഓട്ടോമാറ്റിക് വരണതാണ്. ആ പിന്ന് കുത്തിയ സമയത്ത് പെയിൻ ഉണ്ടായിരുന്നു. അപ്പം ആ പെയിൻ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്തിട്ട് അതങ്ങനെയായി. അപ്പം അത് ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പം ഞാൻ അറിയാതെ ചെയ്തപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പം അത് ഞാൻ മാറ്റാം. ഓക്കെ, നല്ല വെയിലുണ്ടാവും പറഞ്ഞിട്ട് നമ്മൾ പ്രകൃതി ഭംഗി ഞെട്ടില്ല. നമ്മൾ വീട്ടിലേക്ക് പോണ വഴിയുടെ സ്ഥലം കേട്ടോ. അടിപൊളിയല്ലേ. അങ്ങനെ വീട്ടിലെത്തി കഴിച്ച. അപ്പോൾ ഇറങ്ങട്ടെ. അപ്പോൾ വായു ഇറങ്ങും. ഞാന് കാറ് പറക്കുന്നത് നല്ല അവിടെ നല്ല സ്പേസും ഇവിടെ. ഓ പിന്നെ വെറുതെ പറയാ, ഞാന് പാർക്ക് ചെയ്തപ്പോ കുറച്ച് നീങ്ങിപ്പോയി അങ്ങോട്ട്. ആ വീട്ടിലെത്തിയപ്പോ ഞാൻ ഫുഡ് കഴിക്കട്ടെ, എന്നിട്ട് കിടന്നിട്ട് വേണം പിള്ളേരെ അടുത്ത് പോകാൻ. അപ്പോൾ ഇന്നത്തെ ഇതൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളു. അപ്പോൾ എന്താണ് ഇന്നത്തെ ഫുഡ്? നല്ല മട്ടൻ ബിരിയാണി, ചിക്കൻ, പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട്,
പിന്നെ വാപ്പ ഓൾറെഡി അവിടെ ഇരുന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതാണ്. അപ്പോൾ കഴിച്ച് ഞാനും ഒന്ന് പോയി കഴിച്ച് സെറ്റായിട്ട് വരാം. ഓക്കെ, അങ്ങനെ വാപ്പ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഫുഡടി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി നമ്മളെ ഒരു മധുരം കഴിക്കൽ. ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ട്, ബ്രൗണി വാങ്ങിയിട്ടുണ്ട്. അത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് കഴിക്കാൻ പോട്ടെ. അപ്പോൾ നിങ്ങൾ കഴിക്കാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും, ഞാൻ കാണിച്ചു തരാം. പിന്നെ അടുത്തതായിട്ട് ഇളയിട്ടുന്ന ബ്രൗണി നൈസാണ്. അതും ശരിക്കും വാനിലയാണ് നമ്മൾ ആഡ് ചെയ്യാറ്, പക്ഷെ നമുക്കിപ്പോൾ ചോക്ലേറ്റ് മാത്രം കിട്ടിയുള്ളൂ. ചോക്ലേറ്റ് ആഡ് ചെയ്യാന്ന് വെച്ചാൽ അമൂലിൻ്റെയാണ്. പിന്നെ ഷബാന ഉണ്ടാക്കിയിട്ടുള്ളൊരു പുഡിങ്ങാണ്, കാരമൽ പുഡിങ് ആണെന്നാണ് അവൾ പറയുന്നത്. പക്ഷേ ടേസ്റ്റ് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെ അപ്പോൾ ഇതുകൂടി കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഐസ്ക്രീമും ഷബാന ഉണ്ടാക്കിയ സാധനം ബ്രൗണി വെച്ച് കഴിക്കാൻ പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസുമായി നാളെ വരാം. ബൈ ബൈ.